ഞാൻ ഏകാന്തമായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓടക്കുടലിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാം. കൃഷ്ണനാണ് പ്രഭാകര സിദ്ധിയുടെ വേഷത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റൊമാൻറ്റിക് അപ്പിയറൻസ് എനിക്ക്. ഇദ്ദേഹത്തിൻ്റെ ആ കൈയുടെ വയസ്സായതൊന്നും ഞാൻ തോന്നില്ല. ആ സോള് യക്ഷിഗന്ധർവന്മാരുടെ യാമമുണ്ട് ഇവിടെ. നീ വീടില്ല ബാത്റൂമില്ല എന്ന് പറഞ്ഞ് ഇവിടെ അങ്ങ് വരരുത്, ഞാനുള്ളപ്പം വന്നു അല്ലാത്തപ്പോൾ വരരുതെന്ന് പറഞ്ഞു. ആ ഭദ്രകാളിയെ ഇത് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭഗവാൻ, എടി നിന്റെ അമ്മ ഇനി ഇതാണെന്ന് പറഞ്ഞു. നീ ഇവിടെ നിനക്ക് ഭൂമിയില്ലല്ലോ, വീടില്ലല്ലോ, നീ ഇവിടെ വിട്ടു പോകരുത്. ആ കുളത്തിലേക്ക് ഭഗവാൻ ഒരു കല്ലെടുത്തിട്ട് പറഞ്ഞു, നീ 5 മുറിയിലൊരു വീട് വെച്ച് ഇവിടെ താമസിച്ചോളാം. 2020 തൊട്ട് രാവിലെ ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ കഴിയുന്നത്. ഒരു ജീവജാലങ്ങൾ അവിടെ, ജീവനി കൊതിയുള്ളവരവിടെ ഈ ഭദ്രകാളി ക്ഷേത്രത്തിന് അവിടെ രാത്രി കഴിയത്തില്ല. ഈ ഞാൻ നിന്ന സ്ഥലത്തിരുന്ന് നീ ജ്യോതിഷ പണ്ഡിതനാകും. ഗ്രഹങ്ങളെല്ലാം ഞാൻ വിളിച്ച് ഏർപ്പാടിട്ടുണ്ട്. നീ വെളിയിലെങ്ങും ജോലിക്ക് പോകണ്ട. നീ ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ട് നീ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യണം. അതിൽ എഴുതി 7 ഏപ്രിൽ 7 അവിടെ വരിക, ഞാനും അവനുമായി മറയും. ഏറ്റവും വലിയ ക്വാളിറ്റി പറയുന്നത് ഹോണസ്റ്റ് ദി മാസ്റ്റർ എന്നാണ്. ഈ വേൾഡ് എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ഈ നക്ഷത്രങ്ങളുടെ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. എന്താണ് ഇവിടെ നടന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. അവളെ എളുപ്പ ബുദ്ധിക്കാരിയാണ്. ദൈവത്തെ ഓർത്ത് അവളെ ഒന്ന് കാട്ടിലേക്ക് ജടയും പിടിപ്പിച്ച് കൊണ്ടുപോയി 2 കുഞ്ഞുങ്ങൾ. അവളെ ഉപദ്രവിക്കുവാണെങ്കിൽ ചോദ്യം ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നത്. എനിക്കറിഞ്ഞത്തില്ലല്ലോ, അങ്ങ് ആരാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഗുരുവായിട്ട് ഞാൻ സ്വീകരിച്ചു. ശരി, എനിക്ക് വിദ്യ കിട്ടി എന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷെ സത്യം ചെയ്യണം, എന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൈ 2 കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ സോൾമേറ്റാണ് നീ എന്ന് പറഞ്ഞു. ഞാൻ ചിന്തിക്കുന്നത് നീ ചെയ്യും. എനിക്കൊരു ക്രിയാശക്തി വേണം. നിന്നെ കൊണ്ട് ഞാൻ ഈ ലോകം മുഴുവൻ നടന്നിട്ട് ചതിക്കാത്ത ഒരു ജീവനെ കിട്ടിയത് നീ. അത് അച്ഛനും മകളും ഒരുപോലെ. അച്ഛനും സത്യസന്ധനാണ്. ശരിയെന്ന് അപ്പോൾ പറഞ്ഞു, നീ ആ വിളക്ക് ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു, വിളക്ക് വെച്ചല്ലേ സത്യം ചെയ്ത്. അപ്പോൾ ഇതേ സത്യം ചെയ്യാൻ കൈ പിടിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് വിളക്ക് വെച്ചാൽ സത്യം ചെയ്യുന്നതെന്ന്. പിന്നെ ചിരിച്ച് നല്ലപോലെ ചിരിച്ചിട്ട് പറഞ്ഞു, ആ വിളക്ക് ഇങ്ങോട്ട് നീക്കി വെക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അഘോർമന ഭൂമ പൂജാതനായ പ്രഭാകരൻ ദാ ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി സത്യം ചെയ്യുന്ന നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ ലോകത്ത് മാത്രമാണോ എന്ന് ചോദിച്ചു. അപ്പം നീ കയറ്റി കൊണ്ടുപോവാണോ എന്ന് ചോദിച്ചു. പണിയെടുക്കണം. ശരി, ഞാൻ കുറച്ച് എൻ്റെ പുണ്യം തരാം. നിനക്കൊന്നുമില്ല, മണവും ഇല്ല ഗുണവും ഇല്ലാത്ത നിന്നെ എനിക്ക് പങ്കുവെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംഭവം. ആ രാത്രി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാത്രിയാണ്. അതായത് 12 മണി തൊട്ടൊരു 4 മണി വരെ എനിക്ക് ആ ഒരു സമ്പർക്കം കിട്ടുകയാണ്. എനിക്ക് എന്തെല്ലാം അത് ചോദിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചോദിച്ചു. പക്ഷേ നേരം പുലർന്നപ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമായി വീട്ടിൽ. സ്വാമി അടുത്ത് എന്തിനാണ് പോയത്, എന്താണ് അവിടെ, ഒരു കാരണവശാലും സന്യാസമൊക്കെ കൊടുക്കാൻ പാടില്ലെന്നായി അച്ഛന്. 2 കുട്ടികളെ ആരും നോക്കും. അമ്മ പിന്നെ ഒന്നും പറയത്തില്ല. അമ്മ അഹങ്കാരിന്ന് എന്നെ വിളിക്കത്തുള്ളൂ. എന്നുവെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ എന്നെ പോലെ ഒരു അഹങ്കാരി ഇല്ല. അച്ഛനൊക്കെയുള്ള പെണ്ണുങ്ങളാണ്. പറയും ഇട്ടിയമ്മ വെച്ചാൽ കൊട്ടിയമ്മ പഠിപ്പര വരെ വരാനുള്ളതെന്ന്. അത്രയ്ക്ക് ഓർത്തഡോക്സ് ഫാമിലി. അങ്ങനെ അമ്മ പോലും അച്ഛനെ പകുതി മറിഞ്ഞെന്നേ സംസാരിക്കത്തുള്ളൂ. ഞാൻ ജന്മനാഥൻ ഇതാണ്, എന്തെങ്കിലും തോന്നിയാൽ വിളിച്ചു പോകും. അപ്പോൾ അമ്മയൊന്നും പറഞ്ഞില്ല. അച്ഛൻ്റെ പെങ്ങളാണ് എന്നെ വളർത്തിയത്. നല്ല മുടിയൊക്കെ നല്ല താഴെ വരെ മുടിയാണ് എനിക്ക്. അച്ഛൻ്റെ പെങ്ങളെ വിളിപ്പിച്ചു. അച്ഛൻ്റെ പെങ്ങൾ അലച്ചുകൊണ്ട് പറഞ്ഞു, സ്വാമി എൻ്റെ കുഞ്ഞിനെ ജട പിടിപ്പിക്കാനും കാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഇവിടെ വന്ന് ഞങ്ങൾ ദൈവമായിട്ട് കണ്ടിട്ട്. എന്താണ് ഇവിടെ നടന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. അവളെ എളുപ്പ ബുദ്ധിക്കാരിയാണ്. ദൈവത്തെ ഓർത്ത് അവളെ ഒന്ന് കാട്ടിലേക്ക് ജടയും പിടിപ്പിച്ച് കൊണ്ടുപോയി 2 കുഞ്ഞുങ്ങൾ. അപ്പോൾ പറഞ്ഞേ, ഒന്നുമില്ല, അവൾക്ക് ജടയും പിടിക്കുന്നില്ല, അവൾ കാട്ടിലും പോകുന്നില്ല, അവൾ നാട്ടിൽ തന്നെ നിൽക്കി, ഇവിടെയൊക്കെ തന്നെ കാണുമെന്ന് പറഞ്ഞു. പക്ഷേ അവൾ എൻ്റെ പേര് വെളിയിൽ പറയും. അവൾ എൻ്റെ പേരിൽ അറിയപ്പെടും. നിങ്ങൾക്ക് വിരോധമുണ്ടോ? നിങ്ങൾ വലിയ കുടുംബക്കാരാണെന്ന് പറയുന്നു, പക്ഷേ അതിലും വലിയ ലോക കുടുംബത്തിലെ അംഗമായി മാറുകയുള്ളെന്ന് പറഞ്ഞു. അവളെ താഴോട്ട് കൊണ്ടുപോകാൻ ആരും വിചാരിക്കണം. പിന്നെ അവളെ ഉപദ്രവിക്കുവാണെങ്കിൽ ചോദ്യം ചെയ്യാൻ ഞാൻ വന്നിരിക്കുമെന്ന് പറഞ്ഞു. അവളെ ആരെങ്കിലും ഉപദ്രവിക്കുവാണെങ്കിൽ ഞാനത് ചോദ്യം ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു, ആരായാലും എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചിക്ക് സമാധാനമായി. അവരെല്ലാം പിരിഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ ഡെയിലി റൂട്ടീന് ജോലിക്ക് ഹരിപ്പാടേക്ക് എനിക്ക് മാറ്റം കിട്ടിയല്ലോ. അടുത്ത പരിപാടി മുഴുവൻ അവിടെ. അപ്പോൾ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് രാഹുലെ ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയല്ലേ, ഭയങ്കര ഗ്ലാമറാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ അമ്മ തന്നെ ആ നാട്ടുകാരി. ആ ഗ്ലാമർ കണ്ടുകൊണ്ട് മാരേജ് ചെയ്യുന്നു. ഒന്നും സ്ത്രീധനം ചോദിച്ചില്ല, ഒന്നും വേണ്ട പെണ്ണിനെ മതിയെന്ന് പറഞ്ഞു.
അപ്പം ഞാനീ പോകുകയും വരികയും ചെയ്യുമ്പോൾ അതുപോലെ എൻ്റെ കൂടെ ചെറുപ്പക്കാർ, എഞ്ചിനീയർമാർ, പിള്ളേരെ, സൂപ്രണ്ടന്മാർ എല്ലാം എൻ്റെ തരക്കാരല്ലേ. അവരെല്ലാം എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. എന്തെങ്കിലുമൊക്കെ ഇളക്കിയാലും ശരി, അവരൊന്നും എന്നെ ഉപദ്രവിക്കത്തില്ല, ഇഷ്ടപ്പെടുന്നവർ. അവരെല്ലാം എൻ്റെ ഈ കമ്മലും മാലയെല്ലാം ഊരി വെച്ചിട്ട് ഞാനൊരു വെള്ള സാരി എടുത്ത് വന്നപ്പോഴത്തേക്ക് പ്രശ്നമായി, ഹറാസ് ചെയ്യാൻ തുടങ്ങി. വട്ട് പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇതാരാ ഇങ്ങനെ ആക്കിയത്, അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. മെമ്മോ ധരിപ്പിക്കുക, ഭയങ്കര മെമ്മോ എഴുതുക. ഒരു എഞ്ചിനീയറുണ്ട്, എന്നും അയാൾ എനിക്ക് മെമ്മോ എഴുതുക, ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇതുമായി അതുമായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കൂടെ എന്തുവാ, ഇടിവെട്ടിയവൻ്റെ തലേ തേങ്ങ വേണമെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വിസിറ്റ് തുടങ്ങി ഓഫീസിലേക്ക്. ആരുടെയെങ്കിലും ബൈക്കിൽ കയറിയിട്ട് ഓഫീസിൻ്റെ വാതൊക്കെ വന്ന് വിളിപ്പിക്കും. അപ്പോൾ കാണുമ്പോഴേ തന്നെ ഞാനില്ലേ പൂച്ച ഓടി പോകുന്നാലും പോകും. കൗണ്ടറിൽ നിന്ന് അല്ല, അപ്പം ഞാൻ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലാണ്. ഞാൻ ഇറങ്ങിപ്പോകും. അപ്പോഴെന്തിനാ തരുന്നത്, ഒരു പൊതി കൊണ്ട് തരും, എന്തെങ്കിലും ഭക്ഷണ സാധനം, ഹോട്ടലിൽ നിന്നുള്ള ചോറായിരിക്കാം, എന്തെങ്കിലും ഒന്ന് തിന്നാനായിട്ട് തരും. തന്നിട്ട് പറയും നീ പൊക്കോ, വൈകിട്ട് കാണാമെന്ന് പറയും. എന്നിട്ട് പറയും ഇപ്പം ഞങ്ങളുടെ യൂണിയൻ്റെ കൊടിയുണ്ട്, ആ കൊടിക്ക് താഴെ വരെ ഞാൻ നിൽക്കത്തുള്ളൂ, ആ കൊടിക്ക് താഴെ ഞാൻ കാണും, കൊള്ളാൻ പറയും. അങ്ങനെ ഈ വിസിറ്റ് വളരെ വർദ്ധിച്ചു. ഭഗവാൻ അവിടെ ആശ്രമത്തിലും താമസിക്കും, പിന്നെ അടുത്ത ഭക്തന്മാരുണ്ട് അവിടെയൊക്കെ താമസിക്കും. അപ്പം ഞാൻ വിട്ട് കഴിയുമ്പം, ഓഫീസ് വിട്ട് കഴിയുമ്പം ഹരിപ്പാട് അമ്പലത്തിൻ്റെ തിണ്ണെ വന്നിരിക്കും, ഞാനും ചെന്നിരിക്കും. പിന്നെ എല്ലാം വേറെന്തൊക്കെയോ ഭാഷകളാണ്, അപ്പോൾ എനിക്കറിയില്ലല്ലോ. ഒരുപാട് വലിയ കാര്യങ്ങളാണ് പറയുന്നത്, യോഗയെക്കുറിച്ചാണ് പറയുന്നത് മുഴുവനും. അപ്പോൾ ഈ താഴെ മുകളിൽ ഇളകണമെന്നും ബ്രഹ്മചര്യം വേണമെന്നും വെജിറ്റബിൾ ഭക്ഷണം വേണം. ഏറ്റവും വലിയ ക്വാളിറ്റി പറയുന്നത് ഹോണസ്റ്റ് ദി ഗുരു മാസ്റ്റർ എന്നാണ് പറഞ്ഞത്. നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കും അദ്ദേഹം. നീ ഹോണസ്റ്റ് ആയിരിക്കണം എന്ന് പറയും. അപ്പോൾ പറയും വണ്ടി വരുമ്പോൾ പറഞ്ഞങ്ങ് വിടും. അങ്ങനെ ആ ഒരു 85 കാലങ്ങൾ അങ്ങോട്ട് പോവുക. അപ്പോഴത്തേക്ക് എനിക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ലല്ലോ, എന്താണ് ഞാൻ ആയിത്തീരുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഞാനൊരു സ്വപ്ന ലോകത്താണ്, ഡ്രീം ഗേളായി. അല്ലെങ്കിലും ഉണ്ട്, പണ്ട് ഞാൻ പകൽക്കിനാണ്, അതായത് വീട് വലിയ അതിൻ്റെ വരാന്തയിൽ ചെന്നിരുന്ന് രാത്രിയാണ് എൻ്റെ നോട്ടം, ഈ നക്ഷത്രങ്ങൾ മൂവ് ചെയ്യുന്നുണ്ടെന്ന് അറിയണം എനിക്ക്. ഇപ്പം ഞാൻ പഠിക്കാൻ മാത്തമാറ്റിക്സാണ്, പഠിത്തത്തിനിടയ്ക്ക് ഞാൻ ഈ വരാന്തയിൽ ചെന്നിങ്ങനെ ഈ എന്തെങ്കിലും മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഈ വേൾഡ് എന്താണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം, ഈ നക്ഷത്രങ്ങളുടെ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ഒരുപാട് കാത്തിരിക്കും ഞാൻ. അപ്പോൾ ഒരു ഡ്രീം ഗേളാണ് ഞാനത്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണ ഭക്തയാണ് ഫണ്ടമെൻ്റലായിട്ട്. അപ്പം ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയാണ് ഞങ്ങളുടെ, ഇപ്പോഴും ഞാൻ അവിടെ കയറിയിട്ടാണ് വന്നത്, കൊടിയേറിയിരിക്കുക. അപ്പോൾ അവിടെ എനിക്ക് ഫ്ലൂട്ടിൻ്റെ സ്വരം കേൾക്കാം. ഞാൻ ഏകാന്തമായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓടക്കുടലിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാം. അപ്പം ഞാൻ എൻ്റെ വിചാരം എന്താ, ശ്രീകൃഷ്ണൻ ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ്. ഞാൻ രാത്രിയിൽ ഇറങ്ങി വഴിയിൽ പോയി നോക്കും, എന്തെങ്കിലും ചുമ്മാതെ നോക്കുക. ഒരുപാട് അതിശയങ്ങളാണ് എൻ്റെ ലൈഫിൽ, അത്തരം പൊട്ടത്തരങ്ങൾ. ഒരിക്കൽ ഞാൻ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ നടയടച്ചിട്ട് എൻ്റെ ഇളയ കുഞ്ഞമ്മയുടെ മോനുണ്ട്, അതിനെ പിടിച്ചോണ്ട് ഞാൻ അത് നടക്കാൻ അതിന് വയ്യ, അത് കൊച്ചി ചെറുക്കനാണ്. ഞാൻ പറഞ്ഞ നിനക്ക് ഞാൻ പുസ്തകം വിറ്റ കാശൊക്കെ ഉണ്ടെന്ന് പള്ളിക്കുടിച്ച് പഠിച്ച്, നിനക്ക് ഞാൻ എല്ലാം വാങ്ങിച്ചു തരാം, ചായയൊക്കെ വാങ്ങിച്ചു തരാം, നമുക്ക് കൃഷ്ണനെ കാണാൻ പോകാമെന്ന് പറഞ്ഞ് അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ അവിടെ ഉച്ചയ്ക്ക് ചെന്നിരിക്കുക. 4 മണിയായിട്ടും കൊച്ചെറുക്കനെ എന്നെയും കാണുന്നില്ല, അവന് നടക്കാനും വയ്യ. പക്ഷേ ഇതിനെ എടുത്തുകൊണ്ട് ഞാൻ 3 കിലോമീറ്റർ പുന്നപ്പുറയ്ക്ക് വരേണ്ടി വന്നു, കൃഷ്ണനെയൊട്ട് കണ്ടുമില്ല. അതൊക്കെ സംഭവങ്ങളാണ്. അപ്പോൾ ആ ഫണ്ടമെൻ്റലി ഭാഗവതം വീട്ടിൽ വായിക്കുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ഭഗവാനെ, അപ്പോൾ എൻ്റെ വിചാരം എന്നറിയാം, ഭഗവാനെന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് പ്രഭാകര സിദ്ധിയുടെ വേഷത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റൊമാൻറ്റിക് അപ്പിയറൻസാണ് എനിക്ക്. ഇദ്ദേഹത്തിൻ്റെ ആ കൈയുടെ വയസ്സായതൊന്നും ഞാൻ തോന്നില്ല, ആ സോള്, അതെൻ്റെ വിചാരം എന്താ, ഭഗവാൻ എന്ന് വിളിക്കണമെങ്കിൽ ശ്രീകൃഷ്ണൻ. ആരും എനിക്ക് എക്സ്പ്ലനേഷൻ തന്നുമില്ല. അപ്പോൾ അങ്ങനെ തന്നെ ശ്രീകൃഷ്ണൻ തന്നെയാണെന്നായി. അങ്ങനെ ഞാൻ കുറച്ച് 85കൾ അങ്ങോട്ട് പോയി. 85കളിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. 86 ആയപ്പോഴത്തേക്ക് അദ്ദേഹം വരവ് കുറച്ചിട്ട് എന്നെ ഇങ്ങനെ ശബരിമലയ്ക്ക് വിടുക, ഞങ്ങളുടെ ഗ്രൂപ്പിന്, ഫാമിലിയെ. അപ്പം ഹസ്ബൻഡുമായിട്ടെല്ലാം മാറി, ഹസ്ബൻഡുമായിട്ടുള്ള യാതൊരു റിലേഷനും ഇല്ല. ഹസ്ബൻഡ് അവിടെ വന്നിട്ട് പോകും, പക്ഷെ പുള്ളിക്ക് വലിയ പരാതിയൊന്നുമില്ല. പുള്ളിക്കും കുറച്ച് പിന്നെ ഈ ശബരിമല വ്രതമൊക്കെ കൊടുത്തു, ശിവഭക്തനാണ് പുള്ളി. അപ്പം ഈ കുട്ടികൾ ഞങ്ങൾ ഒന്നും വീടും ഇല്ല, ഒന്നുമില്ല, അവിടെ അച്ഛൻ്റെ കുടികടപ്പ അച്ഛൻ്റെ. അപ്പം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയുന്ന സമയത്ത് നിർത്തിക്കണം ഭജന, പിന്നെ ഇവിടെ കിടന്ന് ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാൻ പാടില്ല, മര്യാദയ്ക്കൊക്കെ ഇവിടെ നിന്ന തരം കുട്ടി നിർത്താം. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസാണ്. അപ്പം വിശക്കുന്നെങ്കിൽ അമ്മയുടെ അടുക്കളയിൽ നിന്ന് നല്ല ഫുഡ്. അപ്പം ഭയങ്കര സദ്യയാണ് സ്വാമി വരുമ്പോൾ, അടിപൊളി സദ്യ, സ്വാമിമാരെല്ലാം വരുന്നുണ്ട്. കാവിധാരികളുടെ ബഹളമാണ് അവിടെ, സത്സംഗം ബഹളങ്ങളും എല്ലാം. ഭഗവാനെ അങ്ങ് സ്വാമിയെ ഇരുത്തിയിട്ടാണ്. ഞാൻ അന്നേരം ഒന്നും ആ ഗ്രൂപ്പിൽ പോകത്തില്ല.
അപ്പോൾ ഇവർ പറഞ്ഞു തുടങ്ങി ഭയങ്കര അഫക്ഷനേറ്റാണ്, അത് രമ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കണമെന്ന് അച്ഛനോട് പറഞ്ഞു കൊടുത്തു. കാര്യം ഇവർക്ക് കിട്ടത്തില്ല സ്വാമിയെ, ഞാനവിടെ ഉള്ളതുകൊണ്ട്. സ്വാമി എപ്പോഴും ഈ അമ്പലത്തിൻ്റെ അവിടെ വന്ന് ആൽത്തറയിലിരിക്കും, ഇരുന്നിട്ട് കുറേ സമയം ഇരിക്കും. ഞാൻ അവിടെ ആ അമ്പലക്കുളത്തിൽ കുളിക്കുക, തിരിച്ച് വരുമ്പോഴൊക്കെ എന്നെ വിളിച്ചിട്ട് ഓരോന്ന് പറയും, യക്ഷിഗന്ധർവന്മാരുടെ യാമമുണ്ട് ഇവിടെ, നീ വീടില്ല ബാത്റൂമില്ല എന്ന് പറഞ്ഞ് ഇവിടെ അങ്ങ് വരരുത്, ഞാനുള്ളപ്പം വന്നു അല്ലാത്തപ്പോൾ വരരുതെന്ന് പറഞ്ഞു. അങ്ങനെ ആ അമ്പലം ആ ഭദ്രകാളിയെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭഗവാനെ അച്ഛനും കേട്ടിട്ടുണ്ട്, ഭദ്രകാളിയോട് സംസാരിക്കും. വേറെ ഭാഷയിൽ. അപ്പം രാത്രിയല്ലേ, അപ്പം ഭദ്രകാളിയോട് വിളിച്ചിട്ട് പിന്നെ പറയുന്ന പോലെ എനിക്ക് തോന്നി, എന്തൊക്കെയോ പറയുന്നു. എന്നിട്ട് പറഞ്ഞ്, എടി നിൻ്റെ അമ്മ ഇനി ഇതാണെന്ന് പറഞ്ഞു, നീ ഇവിടെ, നിനക്ക് ഭൂമിയില്ലല്ലോ, വീടില്ലല്ലോ, നീ ഇവിടെ വിട്ടു പോകരുത്, നിൻ്റെ അമ്മ ഈ അമ്മയാ, അത് ദേവി സമ്മതിച്ചിട്ടുണ്ട്. അവരുടെ തൊട്ടിപ്പുറത്തെ മൂലയ്ക്ക് ഒരു കല്ലെടുത്തിട്ടു, കുള വരുന്നത്, മണ്ണെടുത്തത് ദേവിക്ക് അമ്പലം പൊക്കാൻ വേണ്ടിയിട്ട് മണ്ണെടുത്തതാ, അവിടെ ഒരു കുളവാ. ആ കുളത്തിലേക്ക് ഭഗവാൻ ഒരു കല്ലെടുത്തിട്ട് പറഞ്ഞു, നീ 5 മുറിയിലൊരു വീട് വെച്ച് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞു, വീടുണ്ടാകുമെന്ന് പറഞ്ഞു. ഞാനെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് കാളിയെന്ന് പറഞ്ഞു. അതിൻ്റെ അനുഭവം എനിക്ക് പിന്നീട് ഒരുപാടുണ്ടായി. അതൊരു വലിയ കഥയാണ്, അത് അതിലേക്ക് പിന്നെ വരാം. അപ്പം ഞാൻ എൻ്റെ താമസ സ്ഥലം നിശ്ചയിച്ചല്ലോ, ഈ ഭദ്രകാളി ക്ഷേത്രം, പടിഞ്ഞാറ് ഭദ്രകാളി അമ്മ ഒരു മതിൽ കഴിഞ്ഞാൽ, ഞാനിപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ അങ്ങോട്ടൊക്കെ പോകുമ്പം കടക്കാരൊക്കെ പറയുന്ന കാവപ്പടിക്കൽ അമ്മ വന്നെന്താ പറയുന്നത്. കാര്യം ഇപ്പോഴേ എന്താ അവിടെ ഒരു മനുഷ്യർ പോലും 8 മണി കഴിഞ്ഞാൽ കാണത്തില്ല. 2020 തൊട്ട് രാവിലെ ഞാൻ ഒറ്റയ്ക്കാണ് അവിടെ കഴിയുന്നത്. ഒരു ജീവജാലങ്ങൾ അവിടെ, ജീവനി കൊതിയുള്ളവരവിടെ ഈ ഭദ്രകാളി ക്ഷേത്രത്തിന് അവിടെ രാത്രി കഴിയത്തില്ല. കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഈ പോക്കുവരവുണ്ട് ദേവതകളുടെ. എല്ലാവരും 8 മണി കഴിയുമ്പോൾ നടയടച്ചിട്ട് പോകും. പിന്നെ എൻ്റെ വീട് ഈ കല്ലെടുത്തിട്ട് തന്നിടത്താണ്. പക്ഷെ ഞാൻ ഇപ്പുറത്ത് ഒരു പർണശാല കെട്ടി, അവിടെയാണ് ഞാൻ. രാത്രി പല കാര്യങ്ങളും നമുക്ക് കേൾക്കാം, ശബ്ദങ്ങളൊക്കെ കേൾക്കാം. എനിക്ക് പേടിയില്ല, ഇതെൻ്റെ അമ്മയല്ലേ, അതുകൊണ്ട് എനിക്ക് പേടിയില്ല. ആണുങ്ങൾ പോലും രാത്രിയിൽ സ്പീഡിലാണ് റോഡെ ഓടിച്ചു പോകുന്നത് പേടിച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് എന്നെ എല്ലാം സമ്മതിപ്പിച്ചു, എൻ്റെ വീട് അവിടെ ഉണ്ടാകുമെന്ന് സമ്മതിപ്പിച്ചു. അപ്പോൾ കാര്യങ്ങളെല്ലാം ഏകദേശം ഒരു നിരപ്പായി എനിക്കൊരു അവയർനെസ് വരുന്നു. അപ്പോൾ പിന്നീട് അച്ഛൻ ഇത് അസഖ്യമായിട്ട് വന്നു. അച്ഛനെ പറഞ്ഞ് എന്താണ് ഇപ്പം ഞങ്ങൾ ഒരു വാടക വീട്ടിലേക്ക് തൊട്ടടുത്ത് തന്നെ മാറി. തൊട്ടടുത്ത് അവിടെ വെച്ചാണ് പിന്നെ എനിക്ക് ശരിക്കും ഇദ്ദേഹം പോയി. ഇദ്ദേഹം ഇവിടുന്ന് കോന്നിയിൽ ഒരു വീട്ടിൽ, ശാരദാമന്ദിരം എന്ന് പറഞ്ഞ വീട്ടിൽ കുറേ കാലം താമസിച്ചു. അത് കഴിഞ്ഞാണ് ഈ ബോഡി ഉപേക്ഷിക്കാൻ പത്തനംതിട്ട, അതിനു മുമ്പ് ആ നാദകുഴി വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ പത്തനംതിട്ട ആ നാദകുഴി വീട്ടിൽ, ആ ഓമല്ലൂർ മലയിലാണ് ഈ ബോഡി. അപ്പം ഈ ബോഡിയിലാണല്ലോ ഞാൻ കാണുന്നത്. ഈ വാടക വീട്ടിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം അപ്പോൾ ഹസ്ബൻഡ് വരും. ഇപ്പം ഒരു സെർവൻ്റ് ഉണ്ട്, 2 മകനുണ്ട്. മകൾ കൂടെ ഇല്ല, മകളെ അമ്മ പിടിച്ചെടുത്തു. അമ്മ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെ ആകെയുള്ളൊരു പെൺകുട്ടി, അതിനെയും കൂടെ കൊണ്ടു നടന്ന് കളയണ്ട. അതപ്പം പഠിക്കുകയാണ് അവിടെ, ബദനി സ്കൂളിൽ പഠിക്കുക. അമ്മയുടെ കൂടെ ആക്കി അമ്മ. അച്ഛനും അമ്മയും കൂടെ രഹസ്യമായിട്ട് തീരുമാനിച്ചു പെങ്കൊച്ചിനെ വിട്ടു തരത്തില്ലെന്ന്. പക്ഷെ ആങ്കൊച്ച് അങ്ങനല്ല, ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ പുറമെ വരും. അതുമല്ല സ്വാമിയുടെ ജീവനാണ്. അപ്പം ഇവനെന്ന് പറഞ്ഞാൽ തരം കിട്ടുമ്പോഴൊക്കെ സ്വാമി മുടി അഴിക്കും ഇങ്ങനെ. ഈ മുടിക്കകത്ത് എന്തോ ഉണ്ടാന്നാണ് അവൻ്റെ വിചാരം. പെട ഇതിനകത്തൊന്നുമില്ല. മുടിയെല്ലാം അഴിച്ച് കെട്ടിക്കും, ദേഹമെല്ലാം തിരുമ്മിപ്പിക്കും, ഒക്കെ ചെയ്യും ഇവന്. അപ്പോൾ ഇവൻ എപ്പോഴും എന്നറിയേ പോകുമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഭഗവാൻ പറയുമ്പോഴേ ഈ നെഞ്ചോട് കൂട്ടിപ്പിടിക്കും മുട്ട്. ഇവന് ഹനുമാൻ്റെ ഒരു അനുഗ്രഹം കിട്ടിയതാണ്, ചെങ്കോട്ടോണം സ്വാമി എഴുത്തിനിരുത്തിയത്. പിന്നെ സായിബാബേ ഇവനിങ്ങനെ ആഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഭഗവാനെ ഞങ്ങളെ വിട്ട് പോകരുതേ, എല്ലാം നോക്കിക്കോളാം ഞാനും അമ്മയും കൂടെ, ഞങ്ങളെ വിട്ട് പോവുമോ? ഇല്ലടാ പോകത്തില്ല. നീ സങ്കടപ്പെടണ്ട. കണ്ണീന്നിങ്ങനെ ജലധാര. എടാ എന്നെ എല്ലാവരും സിദ്ധനെന്നാണ് പറയുന്നത്. എന്നെ സ്നേഹിക്കാനൊരു ആരുമില്ല, എല്ലാവർക്കും എന്നെക്കൊണ്ട് സിദ്ധിയാണ് വേണ്ടത്. നിനക്കൊന്നും വേണ്ടേ, എനിക്ക് ഭഗവാനെ മതിയെന്ന് പറയും. എൻ്റെ അമ്മ എന്നെ വിട്ട് പോരുന്നു. അങ്ങനെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് എന്നോട് പറയും, ഞാൻ കെട്ടിപ്പിടിച്ച് നിർത്തിയിട്ടുണ്ട് ഇവിടെ എന്ന് പറയും. ഇവനറിയത്തില്ലല്ലോ. അപ്പോൾ പറഞ്ഞെടാ ഇവിടെ നീ പൂജിക്കണം, ഞാൻ നിന്ന സ്ഥലത്തിരുന്ന് നീ ജ്യോതിഷ പണ്ഡിതനാകും, ഗ്രഹങ്ങളെല്ലാം ഞാൻ വിളിച്ച് ഏർപ്പാടിട്ടുണ്ട്, നീ വെളിയിലെങ്ങും ജോലിക്ക് പോകണ്ട, നീ ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞിട്ട് നീ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യണം എന്നിവനോട് പറഞ്ഞു കൊടുത്തു. അവൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ ഇപ്പം തന്നെ കുഴപ്പം.
പഠിച്ചിട്ട് വലിയ ഉദ്യോഗസ്ഥനാക്കാനിരിക്കുകയാണ്, ഞാൻ നിന്നെ കൊണ്ടുവന്ന്, അതായത് ഗണക വിഭാഗത്തിൽപ്പെട്ടവരാരും ഇല്ല, പകുതി നായരും ക്ഷത്രിയരും ഒക്കെ ചേർന്ന്, ഇനി നീ ഇതിനും കൂടെ പോകണേ, എന്നെ നാട്ടിൽ വെച്ചേക്കത്തില്ല. അതൊന്നുമല്ല, ഞാനിത് ചെയ്യും. ഭഗവാൻ പറഞ്ഞ എല്ലാം ഞാൻ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞു. ഇവനെ വലിയ വാശിയാണ് പറയുന്നത്. അങ്ങനെ അവിടെ എല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു ദിവസം ഹസ്ബൻഡുണ്ട്, ഞാനുണ്ട്, ഈ കുട്ടിയുണ്ട്, ഒരു ജോലിക്കാരനുണ്ട്. ഒരു 12 മണി 1 മണി സമയത്ത് നേരെ ഈ വാടക വീട്ടിൽ, അതും ഒരു ഐസൊലേറ്റഡ് വീടാണ്, കുറഞ്ഞ വാടകയ്ക്ക് കിട്ടിയത് കൊണ്ടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പഴയ മന്ത്രി അച്യുത മന്ത്രിയുടെ കുടുംബ വീടാണ്, ചെങ്കൽ അച്യുത മന്ത്രി, ഞങ്ങളുടെ അടുത്ത് KK ശ്രീനിവാസൻ എന്നൊക്കെ പറഞ്ഞു. ആ വീട് ആരും അവിടെ വരത്തില്ല, ഒഴിഞ്ഞു കിടക്കുന്ന വീടാണ്. ആ വീട്ടിൽ ഞങ്ങൾ കിടക്കുക. അപ്പം രാത്രിയിൽ ഭയങ്കര മണം വിഭൂതിയുടെ, സായിബാബയുടെ അവിടെ കേട്ടിട്ടുണ്ടത്. അപ്പം ജോലിക്ക് നിൽക്കുന്ന പയ്യൻ പറഞ്ഞു, നമുക്കൊന്ന് ഒന്ന് എഴുന്നേറ്റ്, അപ്പം എന്തേണ്ട ഇദ്ദേഹത്തിന് എന്തോ ശബരി എന്നാ പറയുന്നത്, അദ്ദേഹത്തിന് എന്തോ ഒരു വല്ലായ്മയൊക്കെ തോന്നി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് കെട്ടി, നാക്കിങ്ങനെ കൂട്ടിച്ചേർന്നിരിക്കുന്ന ഇതിനിരിക്കുന്ന കാവടി ഇരിക്കുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ഈ ഭസ്മം മുഴുവനും മേത്ത് മുഴുവനുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഭൂതം എഴുന്നേറ്റ് വരുന്ന പോലെ കിടക്കാൻ എഴുന്നേറ്റ് പോകാൻ. ഞങ്ങൾ 4 പേരും കൂടെ അപ്പോൾ പിടിച്ച് വെളിയിൽ കൊണ്ടിരുത്താൻ പറഞ്ഞു. 1 മണിയാണ്. അപ്പോൾ ഒരു കൂവളം ഉണ്ട് ആ വീട്ടിൽ, അവരുടേതാണ്. ഒരു കസേരയിട്ട് അവിടെ ഇരുത്തിയിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു. അന്ന് കടലാസൊന്നും ഇല്ല. അപ്പം മോൻ്റെ ഗ്രഹപാഠം പുസ്തകമാണെന്നുള്ളത്, അത് ഞാൻ എടുത്തുകൊണ്ട് കൊടുത്തു. അതിൽ എഴുതി 7 ഏപ്രിൽ 7 അവിടെ വരിക, ഞാനും അവനുമായി മറയും, എൻ്റെ അഭാവത്തിൽ ദുഃഖിക്കരുത്, പിന്നീട് അവനും ഞാനുമായി വരില്ല. പിന്നെ എഴുതി, ഞാൻ മണ്ണിനടിയിൽ പോകുന്നവനല്ല, നിങ്ങൾ ആരെയാണോ ഭജിക്കുന്നത് അത് ഭജിച്ചോളൂ. അപ്പം എൻ്റെ ദുർബുദ്ധി തോന്നിയത് ഈ ശരീരം എൻ്റെ ഹസ്ബൻഡുമായി മരിക്കുമെന്ന്. അപ്പം ഞാൻ ഈ വന്ന ആ എനർജിയല്ലേ, കണ്ണടച്ചിരിക്കുകയല്ലേ, ഞാൻ ചെവിയിൽ ഇങ്ങനെ ചോദിച്ചു, ഈ മനുഷ്യൻ മരിക്കുമോ എന്ന് ചോദിച്ചു. ഇല്ല, 72 വയസ്സ് വരെ ആയുസ്, ഞാൻ കൊണ്ട് നടക്കുന്ന ശരീരമാണെന്ന് എഴുതി തന്നു.